നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ മാസം 5 മുതൽ 11 വരെയുള്ള 7 ദിവസത്തെ, അതായത് ഒരാഴ്ചത്തെ വാരഫലം ഇവിടെ പറയാൻ ശ്രമിക്കുകയാണ്. മേഷാദി 12 രാശിക്കാർക്ക് ഉള്ള സാമാന്യഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. ഗ്രഹസ്ഥിതി പറയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ മീനത്തിലാണ്, ശനി മീനത്തിലാണ്, അതുപോലെ കുജനും മീനത്തിലാണ്. ഈ 3 ഗ്രഹങ്ങളും മീനത്തിൽ വർത്തിക്കുന്നു. ബുധൻ കുംഭത്തിലാണ്, എന്നാൽ ഏപ്രിൽ 11 മീനത്തിലേക്ക് വരും. ശുക്രൻ മേടത്തിലേക്ക് പകർന്നു കഴിഞ്ഞു. ഗുരു മിഥുനത്തിൽ തന്നെയാണ്, രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ്. ഇതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയുള്ളത്. മീനം രാശിയിലെ സൂര്യനും ശനിയും ചൊവ്വയും 11-ാം തീയതി ബുധനും ചേരുന്നുണ്ട്. ശുക്രൻ മേടത്തിലാണ്, ഉച്ചസ്ഥിതിയിൽ നിന്ന് മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് മേടം രാശിയുടെ ഫല നിരൂപണം നടത്താം. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യപാദവും ചേർന്നതാണ് മേടക്കൂറ്. ശുക്രൻ ലഗ്നത്തിൽ വരുന്ന കാലമാണ് മേടക്കൂറുകാർക്ക്. എന്നാൽ 12-ലാണ് സൂര്യൻ്റെ സ്ഥാനം. പുറമേക്ക് ആത്മവിശ്വാസവും ഒക്കെ കാണിക്കാൻ സാധിക്കുന്നുണ്ട് ഇവർക്ക്. എങ്കിലും മനസ്സിൽ നിറയെ ആശങ്കകളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു കാലമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ജോലിയെ സംബന്ധിച്ച് പുതിയ പദ്ധതികൾ ഒക്കെ ആലോചിക്കാനും നടപ്പിൽ വരുത്താനും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിദേശ ബന്ധങ്ങളുള്ളവർക്ക് അഥവാ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സോ കരിയറോ ജോലിയോ ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്ക് അഥവാ ഓൺലൈൻ ആയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് അവർക്ക് പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓഫീസിൽ അഥവാ നിങ്ങളുടെ സബോർഡിനേറ്റ്സ്, നിങ്ങളുടെ ബോസ്, അങ്ങനെയുള്ളവർ നിങ്ങളുടെ പ്രവർത്തനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു അറിവും ആ ഒരു കരുതലും നിങ്ങൾക്ക് വേണം. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില സംശയങ്ങളൊക്കെ കരിയറിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനം സംബന്ധിച്ച് അനുകൂലമാണ്. എങ്കിലും അനാവശ്യ ചിലവുകൾ, അതായത് സൗന്ദര്യവർദ്ധക വസ്തുക്കളോ വസ്ത്രം, നൂതന വസ്ത്രങ്ങൾ മുതലായിട്ടുള്ളവയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ധനം ചിലവ് ചെയ്യും. അതുപോലെ യാത്ര വേണ്ടി വരും. യാത്രയ്ക്ക് വേണ്ടിയിട്ടും കുറേയേറെ ധനം വിനിമയം ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടുണ്ടാകുന്ന ധനത്തിൻ്റെ കമ്മി കുറച്ച് അനുഭവിക്കേണ്ടതായിട്ട് വരും. ആരോഗ്യ സംബന്ധമായിട്ട് വലിയ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും യാത്ര മൂലവും അതുപോലെ ഉറക്കക്കുറവ് കൊണ്ടും ഉണ്ടാകാവുന്ന ക്ഷീണവും ഒക്കെ സാമാന്യമായിട്ട് ഉണ്ടാകും. കുടുംബത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മേടക്കൂറുകാർ പൊതുവേ ഈ ഒരു കാലത്ത് കുറച്ച് കൂടുതൽ എനർജറ്റിക്കായിട്ട് ഉള്ള കാലമാണ്. ആ ഒരു സമയം ആ എനർജി കൂടുതൽ അനാവശ്യമായിട്ട് ചിലപ്പോൾ കുടുംബത്തിൽ കാണിച്ചേക്കാം. അതുകൊണ്ടുണ്ടാകാവുന്ന ചെറിയ വൈഷമ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരമായിട്ട് സൂര്യനെ പൂജിക്കുക, അഥവാ ഗായത്രി മന്ത്രജപം മറ്റും നടത്തുന്നവർ അത് നടത്തുക. അർഘ്യം കൊടുക്കുക, സൂര്യന് അർഘ്യം കൊടുക്കുക മുതലായിട്ടുള്ളവ നല്ല ഫലം ചെയ്യും. അതുപോലെ തന്നെയാണ് അങ്ങനെ സൂര്യക്ഷേത്രങ്ങൾ നമുക്ക് കുറവാണല്ലോ, ആയതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നതും ഉത്തമം തന്നെയാണ്. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങൾ, 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ അതായത് 1, 2 പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ശുക്രൻ 12-ലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. കുറച്ച് മൂടിയായിട്ടിരിക്കുന്ന അഥവാ ഒരു ഒറ്റയ്ക്കിരിക്കണം എന്ന് ഒരു തോന്നലൊക്കെ വന്നേക്കാവുന്ന ഒരു സമയമാണ്. മുന്നോട്ട് ഉള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിയെന്നിരിക്കില്ല. പുറകിൽ നിന്നുകൊണ്ട് അഥവാ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കേണ്ട പല പ്രവർത്തനങ്ങളും നടത്തുന്നതാണ്. അതുകൊണ്ട് പിന്നീട് അതുകൊണ്ടുള്ള പ്രയോജനം അവർക്ക് സിദ്ധിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളും മറ്റും അവർക്കുണ്ടാകാം. വീട് അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം മുതലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടോ വാഹനം സംബന്ധിച്ചോ ഉള്ള ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ക്ഷീണം ഉണ്ടാകും. അത് കണ്ണിന് കൂടുതൽ എക്സേർഷൻ കൊടുത്തിട്ട് കണ്ണ് സംബന്ധമായിട്ടുള്ള അഥവാ ശിരസ്സ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ ഒക്കെ ഉണ്ടാകും, ഉറക്കക്കുറവ് ഒക്കെ ഉണ്ടാകും.
അതുകൊണ്ട് ആരോഗ്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. വിശ്രമം ഉണ്ടാകാനും വേണ്ട സമയം ഉറങ്ങാനും ഒക്കെ സാധിക്കണം. കുടുംബത്തിൽ ഉള്ളവർ തന്നെ കുടുംബത്തിലല്ലാതെ പുറത്ത് താമസിക്കുന്ന കുടുംബാംഗങ്ങളോ കസിൻസോ അങ്ങനെയുള്ള ബന്ധുക്കളോ ഒക്കെ ആയിട്ടുള്ളവരുമായിട്ട് ഉള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അതുകൊണ്ടുണ്ടാകുന്ന കുടുംബാന്തരീക്ഷത്തിലുണ്ടാകുന്ന ഒരു സൗഖ്യം ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പരിഹാരമായിട്ട് ഇവർക്ക് പറയാവുന്നത് വിഷ്ണു ക്ഷേത്ര ദർശനം, അവിടെ തുളസി മുതലായിട്ടുള്ള വസ്തുക്കളെ കൊണ്ടുള്ള മാല സമർപ്പണം, ഗന്ധം സമർപ്പിക്കുക, ചന്ദനമുട്ടി മുതലായിട്ടുള്ളവ സമർപ്പിക്കാം. അതുപോലെ തന്നെ മഞ്ഞ വസ്ത്രം ക്ഷേത്ര സമർപ്പണം ചെയ്യുക, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുന്നതും അതുപോലുള്ള ആൾക്കാർക്ക് ദാനം ചെയ്യുന്നതും ഒക്കെ ഗുണകരമാണ്. അങ്ങനെയുള്ള ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ ഇപ്രകാരമുള്ള പരിഹാരങ്ങൾ ചെയ്തു പോരുന്നത് നല്ലതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദത്തിൻ മുക്കാല്, അതായത് പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ഇവർക്ക് വ്യാഴം ലഗ്നത്തിൽ തന്നെയാണ്. അത് പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളിൽ അത് നിഴലിക്കും. അവരുടെ ചിന്താശക്തി വർദ്ധിക്കും. പുതിയ ആശയങ്ങൾ രൂപപ്പെടും. അത് ഒരു തടസ്സമില്ലാതെ പ്രവർത്തിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ജോലിയിലും ഒക്കെ അവർക്ക് ഈ തരത്തിലുള്ള പ്രത്യേകിച്ച് ചിന്താപരമായിട്ടുള്ള കാര്യങ്ങൾ, സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നടത്തുന്നവർക്ക്, പഠനം, ഗവേഷണം മുതലായിട്ടുള്ളവ, മീഡിയ സംബന്ധിച്ചുള്ള ആൾക്കാർ, കൗൺസിലിംഗ് അഥവാ അഡ്വക്കസി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ ഉള്ളവർക്ക് വലിയ നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകും. അതുപോലെ പുതിയ ഈ മേഖലകളിലും മറ്റും പ്രത്യേകിച്ച് കോഴ്സുകളോ ഒക്കെ അറ്റൻഡ് ചെയ്യണം, അഥവാ അത് പുതിയ കോഴ്സിന് ചേരണം എന്നുള്ളവർക്ക് ആ ആഗ്രഹം സാധിക്കുകയും ചെയ്യും. പുതിയ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങും. അത് അനുകൂലമായിട്ട്, ഭാവിയിലേക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകളോ ഒക്കെ അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതാണ്. ആരോഗ്യപരമായിട്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ശരാശരി ആരോഗ്യം അപ്കീപ്പ് ചെയ്യാൻ സാധിക്കും. മറ്റു രോഗദുരിതങ്ങൾ വരാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. കുടുംബത്തിലാണെങ്കിലും സഹോദര സ്ഥാനീയരുമായിട്ടുള്ള ബന്ധവുമൊക്കെ ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ മെച്ചപ്പെടുകയും, അഥവാ അങ്ങനെയുള്ള ഫ്രിക്ഷൻസ് ഉള്ള വ്യക്തികൾക്ക് അതൊന്ന് കുറയാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പൊതുവേ ഗ്രഹദോഷ ശാന്തിക്കായിട്ടുള്ള നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അവിടെ യഥാശക്തി വഴിപാടൊക്കെ നടത്തുന്നതും ഒക്കെ നല്ലതാണ്. അതുകൂടാതെ വിഷ്ണുവിന് വേണ്ട വഴിപാടുകൾ ചെയ്യുകയോ വിഷ്ണു സഹസ്രനാമാദി ജപം നടത്തുകയും ഒക്കെ ചെയ്യുന്നതും ഉത്തമമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ്. 9ാം ഭാവത്തിലാണ് ചൊവ്വ. ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ഇവർക്ക് കുറച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടാം. ജോലി സംബന്ധിച്ച് ചില ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന പഠനത്തിലേക്ക് പോവുക, പഠനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, അതിനു വേണ്ടിയിട്ട് ഉള്ള വിദേശ യാത്രകളും ഒക്കെ ചെയ്യുക. അതുപോലെ ട്രെയിനിങ്, പരിശീലനം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അതിൽ ഉയർച്ച കാണാൻ സാധ്യതയുണ്ട്. താൽക്കാലികമായിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് അനുകൂലമല്ല, എങ്കിലും ദീർഘനാളത്തേക്കുള്ള സ്വർണം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ നിക്ഷേപിക്കുക ഒക്കെ അനുകൂലമായിട്ടുള്ള, ഭാവിയിൽ അതുകൊണ്ടുള്ള പ്രയോജനം, ധനപരമായിട്ടുള്ള പ്രയോജനം കിട്ടാവുന്നതാണ്. അത് ശ്രദ്ധിച്ച് ചെയ്യാവുന്നതാണ് എന്നർത്ഥം. ആരോഗ്യപരമായിട്ട് നടു, കാല് ഒക്കെ സംബന്ധമായിട്ടുള്ള ചില നാഡീപരമായിട്ടുള്ള പ്രശ്നങ്ങളും ജോയിൻറ്റ് പെയിൻ ഇതൊക്കെ ഉണ്ടാകാവുന്നതാണ്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് അത് കുറച്ചൊന്ന് അധികരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് പൊതുവേ അനുകൂലം തന്നെയാണ്. പ്രത്യേകിച്ച് സ്വന്തം മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യ അങ്ങനെയുള്ള അവരുടെ മാതാപിതാക്കന്മാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിലുണ്ടാവുകയും അവരുടെ അനുഗ്രഹത്തോടു കൂടി നടത്തേണ്ടുന്ന കാര്യങ്ങൾ അത് സാധിക്കുകയും ചെയ്യും. അത് ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നതിൽ നിന്ന് ഒരു ശിവൻ്റെ സഹസ്രനാമം ജപിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ധാരം നടത്തുക മുതലായവ, അതുകൂടാതെ വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം,
പൂരം, ഉത്രത്തിൽ കാല്, ഉത്രത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ്. ചിങ്ങക്കൂറ് ലഗ്നത്തിൽ കേതുവാണ്. അത് ആളുകളായിട്ട് തുടരുകയാണ്. 2.5 വർഷക്കാലത്തോളം അതവിടെ തന്നെ നിൽക്കും. എങ്കിലും അതിൻ്റെ ഒരു പൊതുഫലം പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക സംഘർഷം ഇവർക്ക് വളരെ കൂടും. അതുപോലെ തന്നെ സ്വയം ആത്മപരിശോധന നടത്തുക, ഇതും ഒക്കെ നടത്താവുന്ന കാലമാണ്. ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ച് ചില കറക്ഷൻസ് നടത്തേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ വരും. ഇത് ഈ കാലഘട്ടത്തിൽ കേതു ലഗ്നത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അത് സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ പ്രത്യേകമായിട്ട് ഉണ്ടാകാൻ മറ്റ് ഗ്രഹയോഗങ്ങളും കൂടെ ചേർത്ത് ആലോചിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലി അഥവാ കരിയർ സംബന്ധിച്ച് ചില വ്യത്യാസങ്ങൾ വരുത്തുന്നതിനെ പറ്റി ആലോചിക്കും, അഥവാ അതിന് നിർബന്ധിതരായേക്കാം. അത് ഗുണപരമാകാൻ തക്കവണ്ണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില വിപരീത ഫലങ്ങളും അതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് അമിതമായിട്ടുള്ള ചിലവുകളും മറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു മിതവ്യയശീലം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള യോഗം ഈ ചിങ്ങക്കൂറുകാർക്കുണ്ട്. മാനസികമായിട്ടുള്ള സംഘർഷവും ഉത്കണ്ഠയും ഒക്കെ കുറച്ച് കൂടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും കുറച്ചൊക്കെ ബാധിച്ചേക്കാം. ആയതുകൊണ്ട് അവരെ കുറച്ച് സൂക്ഷിച്ച് കാര്യങ്ങൾ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപായിട്ട് 2 വട്ടം ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. കുടുംബത്തിലും ഈ പറയുന്ന പോലെയുള്ള ആത്മസംഘർഷങ്ങളും ഒക്കെ സമ്മർദ്ദങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കുടുംബാംഗങ്ങളുമായിട്ടുള്ള സംസർഗം അഥവാ അവരുമായിട്ടുള്ള സംസാരത്തിനും മറ്റും സമയം കുറയുകയും ആയതുകൊണ്ട് തന്നെ ചില തെറ്റിദ്ധാരണകൾ വരികയോ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ലഗ്നത്തിൽ കേതുവാണ്. കേതുവിനെ കൊണ്ട് ഗണപതിയെ ചിന്തിക്കാവുന്നതാണ്. അതുകൊണ്ട് ഗണപതിയെ ഭജിക്കുക, ഗണപതി ഹോമം നടത്തുക, ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ ദുർഗാ പരമേശ്വരിയെ ഭജിക്കുക. ദുർഗായുടെ ലളിതയോ അല്ലെങ്കിൽ ദുർഗ സാധിക്കുമെങ്കിൽ ആ സഹസ്രനാമാർച്ചന നടത്തുക. ഇതൊക്കെയും സൽഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തത് കന്നിക്കൂറാണ്. ഉത്തരത്തിൽ മുക്കാല്, അതായത് ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തൻ നക്ഷത്രവും ചിത്തിര അര, ചിത്തിരയുടെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. ഈ കന്നിക്കൂറുകാർക്ക് 7ലാണ് ചൊവ്വയുടെ സ്ഥാനം. മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും പ്രത്യേകിച്ച് ഭാര്യ, കുടുംബം മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചില സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ബിസിനസ് ചെയ്യുന്നവരിലോ അല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രദ്ധിക്കേണ്ട കാലമാണ്. അതായത് പങ്കാളികളുമായിട്ട് ഉള്ള ചില വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ സംഘർഷങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അത് ശ്രദ്ധിച്ചു ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില വഴക്കുകളൊക്കെ ഉണ്ടാകാം. അതിൽ നിന്ന് ജോലിയിലും മറ്റും ചില ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകും. ധനപരമായിട്ട് തനിക്ക് അനുകൂലമല്ല എങ്കിൽ പോലും തൻ്റെ പങ്കാളി മുഖാന്തരം കിട്ടേണ്ടതായിട്ടുള്ള ധനം കിട്ടുകയും അതുകൊണ്ട് ധനലാഭം ആ വഴിക്ക് ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയാവുന്നതാണ്. കായികമായിട്ടുള്ള സ്ട്രെസ്സുണ്ട്, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പ്രയത്നങ്ങൾ കൂടുന്നു എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടുണ്ടാകാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. മറ്റ് വിശേഷാൽ രോഗങ്ങളോ ഒന്നും വരാൻ ഉള്ള സാഹചര്യങ്ങൾ ഇവർക്ക് പൊതുവേ കാണുന്നില്ല. ദാമ്പത്യ ബന്ധത്തിൽ, കുടുംബ ബന്ധത്തിലും മറ്റുമൊക്കെ അഭിപ്രായ ഭിന്നത വരിക, ഭാര്യ അല്ലെങ്കിൽ ഭാര്യ കുടുംബത്തിലുള്ള ആൾക്കാർ ഒക്കെയായിട്ട് ചില വഴക്കുകളോ അഭിപ്രായ ഭിന്നതകളോ ഒക്കെ ഉണ്ടായേക്കാം. അത് വേണ്ട രീതിയിൽ സംസാരത്തിൽ കൊണ്ട് തന്നെ അത് പരിഹരിക്കേണ്ടതാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാദേവിയെ ഭജിക്കുക, ദുർഗാ സഹസ്രനാമം ജപിക്കുക, ദേവീ ക്ഷേത്രത്തിൽ അർച്ചന മുതലായിട്ടുള്ള പായസം മുതലായിട്ടുള്ള വഴിപാടൊക്കെ നടത്തുന്നതും അവിടെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്നതും മറ്റുമൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കും. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിര അര, ചിത്തിരയുടെ 1, 2 പാദങ്ങൾ, ചോതിയും വിശാഖത്തിൽ മുക്കാല്, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. ഇതിൽ ശുക്രൻ 7ാം ഭാവത്തിലാണ്. മാനസികമായിട്ടുള്ള സ്വാധീനവും ചില മറ്റ് ബന്ധങ്ങളുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ടുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ ജീവിതക്രമത്തിലുണ്ടാകും. പുതിയ ബന്ധങ്ങൾ
ബിസിനസ്സിലും കോൺട്രാക്ട് ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഒന്നിച്ച് ചെയ്യുന്ന പാർട്ട്ണർഷിപ്പോ ഒക്കെ ആയിട്ടുള്ള ചില ബിസിനസ്സുകളിലൊക്കെ പുതിയ ചില കൂട്ടുകെട്ടുകളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് ബിസിനസ്സിൽ നിന്ന് ചില നേട്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. ആരോഗ്യം പൊതുവെ അനുകൂലമാണ്. എന്നാൽ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ശനിയുടെ അവസ്ഥ വച്ച് നോക്കുമ്പോൾ ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ ദാമ്പത്യപരമായിട്ട് അനുകൂലമാണ്. ചില അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ടായിരുന്ന ഇത് കുറച്ചൊന്ന് ഒഴിവാവുകയും അതൊക്കെ അതിന് ശമനം വരികയും ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ ഈ കൂറുകാർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശ്രീപാർവതിയെ ഭജിക്കുക, ശ്രീപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ പാർവതി പരമേശ്വരന്മാർ ഒന്നിച്ചുള്ള ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക, അവിടെ പ്രദക്ഷിണാദികളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ലളിതാ സഹസ്രനാമ ജപവും അനുകൂലമായിട്ടുള്ള ഫലമുണ്ടാകും. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. 5ാം ഭാവത്തിലാണ് ചൊവ്വയുടെ സ്ഥാനം. മാനസികമായിട്ടുള്ള ചില സംഘർഷങ്ങളും ഒക്കെ അനുഭവിക്കാൻ ഇവർക്ക് യോഗമുണ്ട്. പുതിയ ചില പദ്ധതികൾ തുടങ്ങി വെച്ചത് അത് സക്സസ്ഫുള്ളായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. ധനാഗമ മാർഗങ്ങൾ പുതിയ തുറന്നു വരും. അത് അനുകൂലമായിട്ട് വരികയും നൂതനമായിട്ടുള്ള ധനാഗമ മാർഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിൽ നിന്ന് ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് സാമാന്യേന ശരാശരി ഒരു വലിയ രോഗങ്ങളോ ഒന്നും വരുന്നില്ല. ശരാശരി ആരോഗ്യം അപ്കീപ്പ് ചെയ്യാൻ സാധിക്കും. കുടുംബത്തിൽ ചില നല്ല വർത്തമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മക്കളിൽ നിന്നും അവർക്ക് ചില സ്കോളർഷിപ്പുകൾ കിട്ടുക, അല്ലെങ്കിൽ അവാർഡ് കിട്ടുക, അല്ലെങ്കിൽ ജോലിക്കയറ്റം, ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ മക്കളിൽ നിന്നുമൊക്കെ കിട്ടാവുന്ന ചില നല്ല വാർത്തകൾ ശ്രവിക്കുകയും അതുകൊണ്ട് കുടുംബത്തിൽ വലിയ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇവർക്ക് പരിഹാരം നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് ശിവക്ഷേത്ര ദർശനം, അതുപോലെ ഹനുമാൻ്റെ ഭജനം ഒക്കെ നടത്തുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഹനുമാൻ ചാലീസ ഒക്കെ ഇപ്പോൾ ധാരാളം ചെല്ലുന്നുണ്ട്. ഹനുമാൻ ചാലീസ ചെല്ലുന്നതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക, പ്രദക്ഷിണം, അതിന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള പ്രദക്ഷിണ സംഖ്യ പൂർത്തിയാക്കി അവിടെ നമസ്കാരം നടത്തുന്നത്, യഥാശക്തി വഴിപാട് നടത്തുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം തരും. ഇനി പറയേണ്ടത് ധനുവാണ്. മൂലം നക്ഷത്രം, മൂലം പൂരാടം, ഉത്രാടത്തിൽ കാല്, ഉത്രാടത്തിൻ്റെ ആദ്യപാദം, ഈ നക്ഷത്രക്കാരാണ് ധനുക്കൂറിൽ വരുന്നത്. ഇവർക്ക് 4ാം കുജൻ 4ലാണ്, അതുപോലെ തന്നെ ശനി, സൂര്യൻ ഇതൊക്കെ 4ാം ഭാവത്തിലാണ്. പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, അതുപോലെ അശാന്തി പൊതുവെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. വീട് സംബന്ധിച്ച് ഉള്ള ചില പുതിയ തീരുമാനങ്ങൾ എടുക്കുക, വീട് വിൽക്കണം എന്നാലോചിക്കുകയോ, അല്ലെങ്കിൽ വീടൊന്ന് മാറണം, അല്ലെങ്കിൽ അതിനൊന്ന് ഒരു നൂതനത്വം വരുത്തണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചേക്കാവുന്ന ഒരു കാലമാണ്. വാഹന സംബന്ധമായിട്ടും അത്ര അനുകൂലമല്ല. ചില വാഹനത്തിന് കേടുവരിക, അല്ലെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ലോൺ സംബന്ധിച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവും ഇത് സംബന്ധിച്ച്, വീട്, വാഹനം മുതലായവ സംബന്ധിച്ച് അതിൻ്റെ പേരിൽ അത് നവീകരിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അതിന് ചില ആക്സിഡൻ്റ് ഉണ്ടാവുക, അങ്ങനെ ഉള്ളത്, വിൽപ്പന ശരിയാവാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ചില ലിറ്റിഗേഷൻസ് വരിക, ഇതൊക്കെയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യം പൊതുവെ അനുകൂലമാണ്. എങ്കിലും ഈ രക്തസമ്മർദ്ദം ഒക്കെയുള്ള അങ്ങനെയുള്ള രോഗമുള്ളവർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പൊതുവെ കൂടാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ കുറച്ചൊരു അശാന്തി ഉണ്ടാകാം. അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള വാക്ക് കൊണ്ട് ഉണ്ടാകാവുന്ന സംഘർഷങ്ങൾ കുടുംബാംഗങ്ങളിൽ പരസ്പരം ഉണ്ടാവുകയും അതുകൊണ്ട് ഒരു അശാന്തി പൊതുവെ കുടുംബത്തിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇവർക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുകയാണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തുക, ഭദ്രകാളി സ്തവം ജപിക്കുക, ഭദ്രകാളിയുടെ ഇഷ്ട കീർത്തനങ്ങൾ
നിത്യേന ജപിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയും നല്ല ഫലം അവർക്ക് ഉണ്ടാവും. അതുപോലെ ശനിയും 4-ാം ഭാവത്തിൽ ശനി ആയതുകൊണ്ട് ശനിയുടെ സ്തോത്രം ജപിക്കുകയോ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് പ്രത്യേകമായ വഴിപാടുകൾ നടത്തുകയും ഒക്കെയും നല്ലതാണ്. ശനി അങ്ങനെയുള്ള സ്ഥലമില്ലാത്ത ശിവക്ഷേത്ര ദർശനവും ഇതിന് ഗുണഫലം ചെയ്യുന്നതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിന് ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ 1, 2 ഭാവങ്ങൾ. ഇതാണ് മകരക്കൂറിൽ വരുന്നത്. ബുധൻ 2-ാം ഭാവത്തിലാണ്. 11-ാം തീയതി മുതൽക്കത് 3-ാം ഭാവത്തിലേക്ക് വരും. സംസാരം കൊണ്ട് ഉണ്ടാകേണ്ട ഉയർച്ച കുറച്ചുകൂടെ ശക്തമാകും. അതുകൊണ്ട് നല്ല ഫലങ്ങൾ കിട്ടുന്നതാണ്. വ്യാപാര രംഗത്ത് ഉള്ളവർക്ക് അഥവാ മീഡിയ അല്ലെങ്കിൽ വിപണനം ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക്, മാർക്കറ്റിംഗ് മുതലായിട്ടുള്ള ചെയ്യുന്നവർക്കും എഴുത്ത് സംബന്ധമായിട്ടുള്ള ജോലികളും ഒക്കെ ഏർപ്പെടുന്നവർക്ക് 2-ാം പകുതിയിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനപരമായിട്ടും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിന് ഭേദമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു സ്ഥിരത, വരുമാന സംബന്ധമായിട്ട് ധനപരമായിട്ടൊരു സ്ഥിരത തന്നെയാണ് ഉണ്ടാകുന്നത്. മറ്റൊന്ന് കഷ്ടനഷ്ടങ്ങൾ ഒന്നും വരാൻ വലിയ സാധ്യതയില്ല. ആരോഗ്യവും അവർക്ക് ഒരു ശരാശരി ആരോഗ്യം ആണ്. മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. രോഗങ്ങളുള്ളവർക്ക് അത് കുറച്ചൊന്ന് കുറയാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവെ ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെയാണ് കാണുന്നത്. മറ്റ് ദുരിതങ്ങളൊന്നും പുതുതായിട്ട് ഉടലെടുക്കാനില്ല. ഉള്ളത് കുറച്ച് കുറയാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരം ആയിട്ട് ഗണപതിയെ ദർശിക്കുക, ഗണപതി ക്ഷേത്രത്തിലോ ഒക്കെ പോവുക, ഗണപതി ഹോമം നടത്തുന്നതും ഒക്കെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രത്തിൽ പോവുക, ദുർഗാദേവിക്ക് അവിടെ പ്രദക്ഷിണാദികൾ നടത്തുക, ദുർഗാ സഹസ്രനാമം ജപിക്കുക. അങ്ങനെ ദുർഗാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും നല്ല പ്രയോജനമാണ് ഉണ്ടാകുന്നത്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പുരുരുട്ടാതി, മുക്കാൽ, പുരുരുട്ടാറ്റിൻ്റെ 1, 2, 3 ഭാവങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ബുധൻ ലഗ്നത്തിലാണ്. 11-ാം തീയതി അത് മാറുന്നുണ്ട്. പുതിയ ആശയ രൂപീകരണങ്ങളുമൊക്കെ അവർക്ക് ഉണ്ടാകും. ആ ആശയങ്ങളിൽ നിന്ന് പിന്നീട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് അത് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് കാണാം. സാങ്കേതികമായിട്ടുള്ള ജോലികൾ, എൻജിനീയറിംഗ് അഥവാ ഡിസൈനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായിട്ടുള്ളവർക്ക് കുറച്ചൊരു പുരോഗതി കാണാവുന്നതാണ്. അങ്ങനെയുള്ള പദ്ധതികൾ രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നവർക്ക് അതിൽ വിജയം കണ്ടെത്താൻ സാധ്യതയുണ്ടാവുകയും ഒപ്പം വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് അവരിൽ നിന്നൊക്കെ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടത്തിൽ അവരിൽ നിന്ന് ഒരു പ്രശംസ പിടിച്ചുപറ്റാനും ഒക്കെ സാധിക്കുന്ന കാലമാണ്. ധനപരമായിട്ട് പുതിയ നിക്ഷേപ സാധ്യതകളെപ്പറ്റി അന്വേഷിക്കും. അത് അനുകൂലമായിട്ടുള്ള ചില പുതിയ സാധ്യതകൾ ഉണ്ടാകാനും സാധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് നാഡീ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഥവാ അങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് അത് കുറച്ചൊന്ന് കൂടാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്രമമായിട്ടുള്ള ഉറക്കവും വ്യായാമവും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ പൊതുവെ സമാധാനവും ഐക്യവും ഒക്കെ ഉണ്ടാകും. എങ്കിലും സ്വന്തം വാക്കുകളെ കൊണ്ട് നിയന്ത്രിച്ച് ഉള്ള വാക്കുകളെ കൊണ്ടുള്ള സംസാരം അത് കുറച്ചുകൂടെ ഐക്യം ഒക്കെ കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് മഹാവിഷ്ണുവിനെ ഭജിക്കുക, അഥവാ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ മുതലായിട്ടുള്ള അവതാര വിഷ്ണു ആണെങ്കിലും വിഷ്ണു സഹസ്രനാമം കൊണ്ട് അവിടെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ അർച്ചന നടത്തുക, സ്വയം വിഷ്ണു സഹസ്രനാമം ജപിക്കുക, തുളസിക്ക് തീർത്ഥമൊഴിക്കുക, അഥവാ അതിനെ പരിപാലിക്കുക എന്നർത്ഥം. അതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കും. അതുപോലെ മഞ്ഞ വസ്ത്രം വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ട്, ഉടയാട മുതലായിട്ടുള്ളവ സമർപ്പിക്കുന്നതും, മഞ്ഞ വസ്ത്രങ്ങൾ അതുപോലെയുള്ള ആൾക്കാർക്ക് ഉപാസകന്മാരായിട്ടുള്ളവരോ അങ്ങനെയുള്ളവരെ കണ്ടെത്തി അത് ദാനം ചെയ്യുന്നതും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതി അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ്. സൂര്യൻ ലഗ്നത്തിൽ അവർക്ക് സൂര്യനും ശനിയും ചൊവ്വയും 11-ാം തീയതി മുതൽക്ക് ബുധനും ഇത്രയും നക്ഷത്രങ്ങൾ, ഇത്രയും ഗ്രഹങ്ങൾ അവരുടെ ലഗ്നത്തിൽ വരികയാണ്. ഇവരുടെ പൊതുവേ തന്നെ ഈ കാലഘട്ടം അത്ര അനുകൂലമല്ല. എന്തെന്നാൽ കണ്ടകശനിയും ഏഴരശനിയും ഉള്ള കാലം തന്നെയാണ്.
ആ, അവർക്ക് ഉത്തരവാദിത്തത്തോടു കൂടി പല കാര്യങ്ങളും നിർവഹിക്കേണ്ട കാലം ആണ് അത്. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു, അത് ഇപ്പോഴും അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അത് നിഷ്കർഷയോടെ ചെയ്യുകയും ചെയ്യുക. അഥവാ നിങ്ങളെ മറ്റുള്ളവർ, നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരോ നിങ്ങളെക്കാൾ ഉയർന്ന അവസ്ഥയിൽ ബോസ് മുതലായിട്ടുള്ള എംപ്ലോയീസ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പഠിത്തത്തിലോ ഗവേഷണത്തിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സീനിയേഴ്സ് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാകും. എപ്പോഴും അവരുടെ ഒരു ശ്രദ്ധ നിങ്ങളിൽ ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തോടു കൂടി അവരവർ ചെയ്തു വരുന്ന പ്രവർത്തിക്ക് വേണ്ട ശ്രദ്ധ കൊടുത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില അപവാദങ്ങളോ അല്ലെങ്കിൽ അത് ചില വഴക്കുകളോ ഒക്കെ കേൾക്കാനോ ഒക്കെ സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഗവേഷണം നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ജോലികളിലും മറ്റും ഏർപ്പെടുന്നവരെ സംബന്ധിച്ചോളം അവർക്കൊരു നേതൃസ്ഥാനം പ്രത്യേകമായിട്ട് കിട്ടാൻ സാധ്യത ഉണ്ട്. ഇതേ പ്രവർത്തന മേഖലയിൽ അവരുടെ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ അവരാൽ പ്രത്യേകം നിങ്ങളെ തിരഞ്ഞെടുത്ത് ചില നേതൃസ്ഥാന പദവിയിലേക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ലീഡറായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള അതിന് വേണ്ട ഒരു കൺസിഡറേഷൻ അവരിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വേണ്ടത്ര ശ്രമം ചെയ്താലാണ് എപ്പോഴും അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവരൊക്കെ വളരെ വിജിലൻ്റായിട്ട് നിങ്ങളെ നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. വേണ്ടത്ര ശ്രമം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നേട്ടവും വിജയവും ഒക്കെ ഉണ്ടാകും തീർച്ചയാണ്. ജോലി സംബന്ധമായിട്ട് ധനസംബന്ധമായിട്ടും ഒക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതായിട്ടും ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യേണ്ടതായിട്ടും വരുന്നു എന്നുള്ളത് കൊണ്ട് കൂടുതൽ എക്സേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കൂടുതൽ സമയം അതിനുവേണ്ടി ചിലവഴിക്കുക. ഇതുകൊണ്ടൊക്കെ ഉറക്കക്കുറവ് മുതലായിട്ടുള്ളവ ഉണ്ടാകാം. അതുപോലെ തന്നെ കാല് സംബന്ധിച്ച്, ജോയിൻറ്റ് സംബന്ധിച്ചും നടു സംബന്ധിച്ചും ഒക്കെയുള്ള ചില അസ്വസ്ഥതകളോ വേദനകളോ ഒക്കെ ഉണ്ടാകും. അതിന് വേണ്ടത്ര വിശ്രമത്തിനുള്ള സമയം കണ്ടെത്തണം. ഇതല്ല എന്നുണ്ടെങ്കിൽ നാഡീ സംബന്ധമായിട്ടും ചില തളർച്ചയോ അല്ലെന്നുണ്ടെങ്കിൽ അത് രോഗദുരിതം അനുഭവിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് അനുകൂലമാണ് എങ്കിലും അവരുടെ ഒരു ശക്തമായ പിന്തുണയോട് കൂടി മാത്രമേ നിങ്ങൾക്ക് ഈ കാലം അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇവർക്ക് പരിഹാരമായിട്ട് ശനി ക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും ഒക്കെ അനുകൂലമാണ്. പ്രത്യേകിച്ച് പഞ്ചാക്ഷരം നമഃശിവായ എന്ന മന്ത്രം നിത്യേന ശീലിക്കുകയും അതിൽ കുറച്ചെങ്കിലും ധ്യാനം ചെയ്ത് അവരുടെ മനഃശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കുകയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. നമസ്കാരം.